UDF സുനാമിയിൽ കടപുഴകി വീണത് സംസ്ഥാന മന്ത്രിസഭ കൂടിയായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 മന്ത്രിമാരാണ് കഷ്ടിച്ച് നീതിക്കേറിയത്. 6 റൗണ്ടിലൊക്കെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പിന്നിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യമാണോ? പക്ഷെ ഇത്തവണ അത് സംഭവിച്ചോ? കോട്ടകളിൽ പോലും, പാർട്ടി കോട്ടകളിൽ പോലും അപ്രതീക്ഷിത പരാജയവും പരീക്ഷണവുമാണ് ഇന്ന് നേരിട്ടത്. മെയ് 4 കഴിഞ്ഞുള്ള മന്ത്രിസഭാ യോഗത്തിന് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് പോയത്. ഇനി നിയമസഭ കാണാൻ ഒരൊറ്റ കാറിൽ കൊള്ളുന്ന മന്ത്രിമാരെ MLA-മാരായി ബാക്കിയുള്ളൂ. നേമത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി താമരയമ്പേറ്റ് വാടി വീണു. ചടയമംഗലത്ത് J. ചിഞ്ചുറാണിയെ UDF-ന്റെ ജഡായു കൊത്തിപ്പറത്തി. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ നിയമസഭാ യാത്രയ്ക്ക് ജ്യോതികുമാർ ചാമക്കാല ബ്ലോക്കിട്ടു. ഈ കേരളം ഭരിക്കുന്ന UDF ആണ്. അതിനകത്ത് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള ഇന്ദിരാ ഗ്യാരണ്ടി വരെ പാലിക്കപ്പെടുന്ന ആൾക്കാരാണ്. ഗണേഷ് കുമാറിന്റെ അവസാന യാത്രയ്ക്ക് എല്ലാവരും ആറന്മുളയിൽ വീണ ജോർജിനെ വോട്ട് സിസ്റ്റം ശരിയാക്കി. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്ന ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തെ അഹങ്കാരത്തിലും ധിക്കാരത്തിലും ധാർഷ്ട്യത്തിലും നയിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള ജനവിധിയാണ്. ഏറ്റുമാനൂരിൽ VN വാസവനെ നാടകറ്റി. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ വോട്ടുമലയ്ക്ക് മുന്നിൽ പകച്ചു നിന്നു. കളമശ്ശേരിയിൽ P. രാജീവിനെ ബ്ലോക്കാക്കി ലീഗ് കോണിയിറക്കി. ജനങ്ങൾ മറ്റു രീതിയിലാണ് വിധിയെഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും. ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പിന്നീട് പോകും. ഇരിങ്ങാലക്കുടയിൽ R. ബിന്ദു ഉന്നത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. തൃത്താലയിൽ വീര്യം കൂടിയ പ്രഹരമാണ് എക്സൈസ് മന്ത്രി നേരിട്ടത്. തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. LDF-ന്റെ ഉറച്ച കോട്ടയായ എലത്തൂരിൽ വനമന്ത്രി AK ശശീന്ദ്രൻ തോറ്റു തുന്നം പാടി. മണ്ഡലം മാറി തവനൂരിലിറങ്ങിയ V. അബ്ദുറഹിമാനെ വോട്ടർമാർ കിക്കെടുത്തു പുറത്താക്കി. മാനന്തവാടിയിൽ OR കേളുവും തോറ്റുവാടി. കൊല്ലൂരിൽ K. രാജനും നെടുമങ്ങാട് GRN-ലും ചേർത്തലയിൽ P. പ്രസാദും സ്വന്തം തടി കേടാകാതെ രക്ഷപ്പെട്ടു. ബേപ്പൂരിൽ PV അൻവറിന്റെ മൊട്ട ഭീഷണിയിൽ നിന്ന് കഷ്ടിച്ചാണ് മുഹമ്മദ് റിയാസ് ജയിച്ചു കയറിയത്. മറ്റു മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഈ മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ ജനങ്ങൾ LDF-നോടൊപ്പം നിന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വോട്ട് ഖജനാവ് കാലിയാണെന്ന് കൊട്ടാരക്കര KN ബാലഗോപാലിനെ ഓർമ്മപ്പെടുത്തി ചില്ലറ വോട്ടിന് ജയിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.